വെൽക്കം ടു AR Maths. നമ്മൾ എടുക്കുന്നതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ അവസാനത്തെ ഭാഗമാണ്. റെഡി? അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടേം ഓഫ് ദി AP ഈസ് ഫസ്റ്റ് നെഗറ്റീവ് നമ്പർ? ഇതിൽ എത്രാമത്തെ ടേമാണ് ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്ന് വെച്ചാൽ n ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കിവിടെ A അറിയാം, ദാറ്റ് ഈസ് 20. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? 20 90 1/4 ആയി. എന്ന് വെച്ചാൽ 20 19 19 ആണെങ്കിൽ മുക്കാൽ കുറയണം. സോ -3/4. ഇനി നെഗറ്റീവ് നമ്പർ, ഇതിൽ ഏതോ ഒരു ടേം നെഗറ്റീവാണ്. നെഗറ്റീവ് മീൻസ് ലെസ് ദാൻ 0. ഏതോ ഒരു നമ്പർ മീൻസ് nth ടേം. ഇനി എൻ്റെ കാണിക്ഷൻ എന്താണ്? A + n - 1 × d ലെസ് ദാൻ 0. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, n കൊണ്ട് ചെയ്യുക. വാട്ട് ഈസ് വാല്യൂ ഓഫ് A? 20 + n - 1 × d. വാട്ട് ഈസ് d? -3/4 ലെസ് ദാൻ 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ 20 - 3n / 4 + 3/4 ലെസ് ദാൻ 0. ഇനി എന്നൊരു ഭാഗത്ത് വെക്കുക. So 20 + 3/4 by cross multiplication, that is 83 / 4 less than 3n / 4. So ഈ 4 കൊണ്ടുവന്നാൽ 2 4 കട്ട് ചെയ്യാം. Then 83 less than 3n. So 83 / 3 less than n. So that is 27.6 less than n. സോ ഇതിലെന്ത് കിട്ടി? n ഇങ്ങനെ വായിക്കുക, n > 27.6. സോ n = 28. കാരണം n-ൻ്റെ വാല്യൂ ഒന്നും വരില്ല, പോയിൻ്റ് വരില്ല. അപ്പോൾ n-ൻ്റെ വാല്യൂ പോയിൻ്റ് അല്ലാതെ അടുത്ത വലിയ വാല്യൂ ഇതാണ്, 28 ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AP ഈസ് 24 and their product is 440. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, സം ഓഫ് കോൺസിക്യൂട്ടീവ് 3 ടേംസ്. അങ്ങനെ പറയുകയാണെങ്കിൽ 3 ടേംസ് നമ്മൾ അസ്യൂം ചെയ്യണം. A - d, A + d. സമ്മും പ്രൊഡക്റ്റ് കോൺസിക്യൂട്ടീവ് 3 ടേംസ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് 4 ടേംസ്. കോൺസിക്യൂട്ടീവ് 4 ടേംസ് ആകുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് A - 3d, A - d, A + d, A + 3d. ഇനി 5 ടേംസ്. സാധാരണ ഈ 3ഉം 4 ചോദിക്കാറുള്ളൂ. റെഡി? നോക്കുക, എന്നിട്ട് ആ ടേംസ് വിളിക്കണം. അതിൽ തന്ന ഫസ്റ്റ് ഡയറക്റ്റ് എടുക്കുക, സമ്മ് തരാം. സം എത്രയാണ്? സം ഈസ് 24. അപ്പോൾ ഈ 3 ടേംസിന് സമ്മ് A - d + A + A + d, that is 24. You can cancel -d and +d. A + A + A, that is 3A equal to 24. What is A? A equal to 24 / 3, that is 8. So you got A equal to 8. Next we have to find its a common difference. എങ്ങനെ കണ്ടുപിടിക്കുക? പ്രൊഡക്റ്റ് അറിയാം, 440. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് A - d × A × A + d, that is given 440. ഇതിൽ നമുക്ക് A അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എത്രയാണ്? 8. സോ 8 - d 8 + d ഈക്വൽ ടു 440. ഈ 8നെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇതൊരു ഫോമാണ് A - b × A + b. വാട്ട് ഈസ് A - b × A + b? A² - b². സോ 8² 64 - b² d² ഈക്വൽ ടു 440 / 8. ഇതിനെ കൊണ്ടുപോവുക. സോ -d² ഈക്വൽ ടു, വാട്ട് ഈസ് 440 / 8? 55 - 64. സോ -d² ഈക്വൽ ടു -9. ഈ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസലായി. സോ d ഈക്വൽ ടു √±√9. സോ d ഈക്വൽ ടു +or -3. D equal to
പോസിറ്റീവ് 3 ആണെങ്കിൽ ആ സീക്വൻസ് എന്താ തരാം? നമുക്ക് സീക്വൻസ് എന്താണ്? എ മൈനസ് ഡി, എ പ്ലസ് ഡി. നമുക്ക് എ എത്ര അറിയാം? 8 ആണ്. സോ 8 മൈനസ് 3, 8 പ്ലസ് 3. സോ 5, 8, 11. ഇത് കറക്റ്റാണ് ചെക്ക് ചെയ്യണം. നമുക്ക് സം എത്ര തന്നിട്ടുണ്ട്? 24 ഉണ്ട്. നോക്കാം. 19, 24 കറക്റ്റാണ്. പ്രൊഡക്റ്റ് 440 അതും കറക്റ്റാണ്. ഇനി വെൻ ഡി ഈക്വൽ ടു -3, ഡി ഈക്വൽ ടു -3 ആകുമ്പോൾ സീക്വൻസ് എന്താ തരാം? നമുക്കറിയാം എ മൈനസ് ഡി, എ പ്ലസ് ഡി. എ എന്താണ്? 8 മൈനസ് -3. നെക്സ്റ്റ് എ 8 പ്ലസ് -3. സോ 11, 8, 5. ഇതിൻ്റെ സമ്മം തന്നെയാണ് 40 ആണ്. പ്രൊഡക്റ്റും സമ്മ് 24 ആണ്. പ്രൊഡക്റ്റ് 440 ആണ്. ഈ രണ്ട് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. റെഡി? ഓക്കെ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് തേർഡ് ടേം ആൻഡ് സെവൻത്ത് ടേം ഈസ് 6 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 8. ദെൻ ഫൈൻഡ് ഇറ്റ്സ് 16th സം ഓഫ് 16th ടേം. റെഡി? ഇത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല, ഇതിൽ എന്താണ് കൺസിഡർ 3 ടേംസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സെപ്പറേറ്റ് ആണ്. ഇവിടെ നോക്കുക, ഗിവൺ ഡാറ്റ യൂസ് ചെയ്യുക. ഈ രണ്ട് ഡാറ്റ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുക. A3 പ്ലസ് A7 ഈക്വൽ ടു 6. what is A3? A plus 2D plus what is 7th term? A plus 6D equal to 6. What is A plus A? That is 2A plus 2D plus 6D, that is 8D equal to 6. എല്ലാത്തിലും 2 കൊണ്ട് ഓൾ ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യാം. ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാ ഓൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 2A ഡിവൈഡ് ബൈ 2 that is A plus 8D ഡിവൈഡ് ബൈ 2 4D ഈക്വൽ ടു 3. ഇങ്ങനെ സംഭവം കിട്ടി. റെഡി? വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്തൊട്ടി? A ഈക്വൽ ടു 3 മൈനസ് 4D. ഇത് കിട്ടി. റെഡി? ഇനി അടുത്ത ഡാറ്റ യൂസ് ചെയ്യുക. എന്താണ്? A3 ഇൻറ്റു A7 ഈക്വൽ ടു 8. നമുക്ക് A3 കണക്കേഷൻ അറിയാം. A പ്ലസ് 2D ഇൻറ്റു A പ്ലസ് 6D ഈക്വൽ ടു 8. ഇതിൽ നമുക്ക് A അറിയാലോ. A എന്താണ്? 3 മൈനസ് 4D. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 മൈനസ് 4D പ്ലസ് 2D, 3 മൈനസ് 4D പ്ലസ് 6D ഈക്വൽ ടു 8. സോ 3 minus 2D, 3 plus 2D equal to 8. This is in the form of A minus B into A plus B. What is A minus B into A plus B? A square. 9 minus 4D square equal to 8. അങ്ങോട്ട് പോയി. So 4D square equal to 8 minus 9. That is minus 1. So negativity cancel. D square equal to 1 by 4. D equal to plus or minus 1 by 2. Ready? So D കിട്ടി. അപ്പോൾ നമുക്ക് D കിട്ടി. ഇത് നമുക്ക് എന്ത് വേണം? A കൂടി കണ്ടുപിടിക്കണം. A കണ്ടുപിടിക്കാൻ ഈ D ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ഓർ മൈനസ് ഒരുമിച്ച് കൊടുക്കാനല്ല. അപ്പോൾ ആദ്യം പ്ലസ് കൊടുക്കുക, പിന്നെ മൈനസ് കൊടുത്ത് നോക്കുക. അപ്പോൾ വെൻ D ഈക്വൽ ടു പോസിറ്റീവ് 1 by 2. അപ്പോൾ A എന്ത് കിട്ടി? A ഈക്വൽ ടു 3 മൈനസ് 4 ഇൻറ്റു 1 by 2. സോ A ഈക്വൽ ടു 3 മൈനസ് 4 ഇൻറ്റു ഹാഫ് 2. സോ A ഈക്വൽ ടു 1 കിട്ടി. റെഡി? ഇനി S16 ആണ് കിട്ടുന്നത്. S16 ഈക്വൽ ടു n by 2 16 ഡിവൈഡ് ബൈ 2 2A പ്ലസ് 2 ഇൻറ്റു A 1 പ്ലസ് n മൈനസ് 1. n is 16. 16 minus 1 15 into D. D is positive 1 by 2. So 16 divided by 2 8 into 2 plus 15 divided by 2. So 8 into by cross multiplication, that is 19 divided by 2. You can cancel 2 in 8 4 times. So
4 into 19 76. Okay, so when d equal 1 by 2 നമുക്ക് അതിൻ്റെ സം ഓഫ് 16 ടേം എത്രയാണ് 76 ആണ്. നെക്സ്റ്റ് വെൻ d ഈക്വൽ ടു -1 by 2 ആകുമ്പോൾ എത്ര വയ്ക്കുക a ഈക്വൽ ടു 3 minus 4 into -1 by 2. So a ഈക്വൽ ടു 3 plus 2, a ഈക്വൽ ടു 5 എന്ന് കിട്ടി. Then S16 divided by 2 into a plus n minus 1, 16 minus 1, that is 15 into d minus 1 by 2. So S16 equal to 8 into 10 minus 15 divided by 2. So 8 into, by cross multiplication, that is minus 5 divided by 2. 2 in 8, 4 times 4 into minus 5 minus 20. Ready? So sum of 16 terms is minus 20 when d equal -1 and a equal to 5. Ready? ഇതിന് രണ്ട് ആൻസർ ഉണ്ടാവും. ക്ലിയർ?